ഹായ് ഫ്രണ്ട്സ്, പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഒരു ചിത്രം വിധി നിർണ്ണയിക്കുമ്പോൾ നോക്കുന്ന ഇതുവരെ ആരും പറയാത്ത 5 സീക്രട്ട് പോയിന്റുകളാണ്. പോയിന്റ് 1, തന്നിട്ടുള്ള വിഷയവുമായി ബന്ധം. വിഷയത്തോട് വളരെയധികം നീതി പുലർത്തേണ്ടതുണ്ട്. എങ്കിൽ ഈ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്തെടുക്കാവുന്നതാണ്. പോയിന്റ് 2, സംവിധാനം അഥവാ കോമ്പോസിഷൻ. ചിത്രത്തിലെ ദൃശ്യഘടകങ്ങളെ ക്രമപ്പെടുത്തുന്ന രീതിയാണിത്. ചിത്രതലത്തിൽ ഏതെല്ലാം ഭാഗങ്ങൾ എവിടെയെല്ലാം വളരെ നന്നായി അറേഞ്ച് ചെയ്തു എന്നതാണ്. പെർസ്പെക്റ്റീവ്, ലാൻഡ്സ്കേപ്പ് എന്നിവയെക്കുറിച്ചെല്ലാം നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. പോയിന്റ് 3, പ്രയോഗ സാമർഥ്യം. ഇവിടെ പെൻസിൽ ഡ്രോയിങ് മത്സരമായതിനാൽ പെൻസിൽ എത്രമാത്രം സമർത്ഥമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നോക്കുന്നതാണ്. പോയിന്റ് 4, വെളിച്ചത്തിൻ്റെയും നിഴലിൻ്റെയും സവിശേഷത. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതെ, ലൈറ്റ് ആൻഡ് ഷെയ്ഡിനെ കുറിച്ച് തന്നെയാണ്. ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ പല ക്ലാസ്സുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പോയിന്റ് 5, പൂർണ്ണത. തന്നിട്ടുള്ള സമയത്തിനുള്ളിൽ ചിത്രം പൂർത്തിയാവേണ്ടതുണ്ട്. സ്കെച്ചിങ്ങോ ഷെയ്ഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഭാഗത്തു നിന്നും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്നതായിരിക്കും. ഇനി മറ്റു ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? കോമ്പറ്റീഷന് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് ബാഗിൽ വെക്കേണ്ടതാണ്. ചിത്രം വരച്ചു തുടങ്ങുമ്പോൾ 4 ഭാഗത്തും ബോർഡർ വേണമെന്ന് നിർബന്ധമില്ല. മനുഷ്യരൂപങ്ങൾ വരയ്ക്കുമ്പോൾ 4 പേരിൽ കൂടുതൽ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. മനുഷ്യരൂപങ്ങൾക്ക് വേഷം, ചലനം, പ്രായം, ഭാവം എന്നിവ വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ചിത്രം അഴുക്ക് പറ്റാതെ വളരെ വൃത്തിയായി അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. യൂട്യൂബിലോ മറ്റു ബുക്കുകളിലോ കണ്ട ചിത്രങ്ങൾ കോപ്പി ചെയ്യാതെ സ്വന്തം ക്രിയേറ്റിവിറ്റിക്ക് പ്രാധാന്യം നൽകി ചിത്രം വരയ്ക്കൂ. ചിത്രകലാ പഠനത്തിന് ക്ഷമ അത്യന്താപേക്ഷിതമാണ്. ചിത്രകലയിലെ വിവിധ ട്രിക്കുകളും ടിപ്സുകളുമായി ആർട്ട് റൂം വീണ്ടും നിങ്ങളുടെ അടുത്തെത്തും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തന്നോളൂ. ക്ലാസ്സുകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ.